മഹാപുരുഷാണ്. നമസ്കാരം. എല്ലാവരും ശനിയാഴ്ച വ്രതത്തെക്കുറിച്ചാണ് ചോദിക്കണം. ഒരാളുടെ മെസ്സേജ് കണ്ട് നോമ്പ് മുറിക്കണം എങ്ങനെയാണെന്ന്. ശനിയാഴ്ച ഇത് വ്രതമൊന്നുമല്ല, നമ്മൾ ഉപ്പില്ലാത്ത ആഹാരം കഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സാധാരണ പോലെ ചെയ്യുക. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ ഒരാൾ ചോദിച്ചത് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതാണ്, എന്ത് ചെയ്യണമെന്ന്. നോൺ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഉപ്പിടാണ്ട് കഴിക്കും, കുഴപ്പമൊന്നുമില്ല. ബേക്കറി ഫുഡ്സ് കഴിക്കരുത്, ഉണ്ടാക്കി വേണം കഴിക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനന്തരവളുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ ഉച്ചയ്ക്ക് അമ്മാമ്മ ഉണ്ണാൻ വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ചോറ്, പിന്നെ എന്താണ്, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, പിന്നെ ഉരുളനും മറ്റേ കോളിഫ്ലവറും ഇട്ട മെഴുക്ക് പുരട്ടി, അതുകൂടാണ്ട് ചീര, തേങ്ങ അരച്ച് ചീര തണ്ട് വെച്ചുള്ള കറിയായിരുന്നു. എന്നിട്ട് ഈ ഇത്രയും സാധനങ്ങൾ ഉപ്പിടുന്നതിന് മുമ്പ് എനിക്ക് എടുത്തു വെച്ചു. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നത്. അത് വളരെ ടേസ്റ്റായിട്ട് തോന്നി. നാച്ചുറലായിട്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ കഴിക്കൂ. നോണ് കഴിക്കണം നിർബന്ധമുള്ളവർ അങ്ങനെ കഴിക്കൂ, ഉപ്പിടാണ്ട് ഉണ്ടാക്കി കഴിക്കൂ, നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നോണ് കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ളവർ അങ്ങനെ ചെയ്യുക, ഉപ്പിടാണ്ട് കഴിക്കുക, അതിൻ്റേതായ ഫലം കിട്ടും. പിന്നെ ശനിയുടെ എഫക്റ്റ് ഉള്ളവരല്ല, അല്ലാത്തവർക്കും ഇത് ചെയ്യാം. പലരും ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. കാരണം ശനിയാഴ്ച ശനീശ്വരൻ എന്ന് പറയുന്ന വാതരോഗത്തിൻ്റെ ഇതിൻ്റെ ഒക്കെ ആളാണ് പുള്ളി, പവർഫുൾ ആളാണ്, മനസ്സിലായോ? അപ്പോൾ അത് ചെയ്യുമ്പോൾ പലർക്കും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ശനിയോ ശനിയോ ശനി ദശാകാരൊന്നും ഇരിക്കേണ്ട, എല്ലാവരും അത് ചെയ്തോളൂ. ചെയ്യുന്നത് നല്ല കാര്യം. അപ്പോൾ ആഴ്ച ഒരു ദിവസം ഉപ്പില്ലാണ്ട് കഴിക്കുമ്പോൾ അതിൻ്റേതായ ആരോഗ്യത്തിൽ മാറ്റം വരും. പക്ഷേ പ്രഷറിന് ഗുളിക കഴിക്കുന്നവർ ദയവ് ചെയ്ത് കഴിക്കരുത്, ഇത് ചെയ്യരുത് കേട്ടോ. അത് മാത്രം പറയുന്നു. അല്ലാണ്ടുള്ളവർക്ക് ചെയ്യാം. മധുരത്തിൻ്റെ ഉള്ളവർ രാവിലെ ശനി പ്രസാദം ഉണ്ടാക്കുമ്പോൾ എന്താണ്, മധുരം വളരെ കുറച്ചിട്ട് നാമക്കെ വാസ്തേ മാത്രം മധുരം ഇട്ടിട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് പ്രത്യേകിച്ച് വ്രതമൊന്നുമില്ല. ഉപ്പിടാത്ത ആഹാരം കഴിക്കുക, പിന്നെ കാക്കയ്ക്ക് വെക്കുക. അപ്പോൾ കാക്കയ്ക്ക് വെക്കുമ്പോഴത്തേക്കും കാക്ക ചിലരുടെയൊക്കെ എടുക്കും, അവരുടെ കാർമിക്കൊക്കെ കുറഞ്ഞോ. ഇന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരാൾ ഞാൻ വെച്ചു, ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു, കാക്ക എടുത്തു എന്ന് പറഞ്ഞു. ഈ ആൾ മാസത്തിൽ 2 തവണ എൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുന്ന ആളാണ്. അതാ വീഡിയോ ഇതിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പേഴ്സണലി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നോടും പറഞ്ഞു, നേരിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ബ്ലെസ്സിങ് നമുക്ക് തൽക്കാലം നിർത്താമെന്ന് പറഞ്ഞു. അയ്യോ അത് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. കാര്യം ബ്ലെസ്സിങ്ങിൽ കാർമിക ദോഷം കുറയും. പലരെയും വീഡിയോ കോളിൽ വിളിച്ചിട്ട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്, ഇൻഡ്യൂഷൻ കിട്ടിയ ആൾക്കാരെ മാത്രം കേട്ടോ. അതും പറയുന്നു, അത് കിട്ടുമ്പോൾ ഇത് ചെയ്യും. അപ്പോൾ ചിലർ മറുപടി കിട്ടിയില്ല എന്നൊന്നും പറയാതെ തീർച്ചയായിട്ടും എനിക്കിത് വരുമ്പോൾ ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും ചോദിച്ചതിന് പറയുക, ഞാൻ പണ്ട് അയച്ചിരുന്നതാണ്, എഴുതിയിരുന്നതാണ്, സാറ് നോക്കിയില്ലെന്നൊന്നും ദയവ് ചെയ്ത് ചോദിക്കാണ്ടിരിക്കുക. എൻ്റെ സമയവും നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്, ബാക്കിയുള്ളവരുടെ സമയം വിലപ്പെട്ടതാണ്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ശനീശ്വരൻ എല്ലാവരെയും രക്ഷിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പ.